നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ 2 ISI ഘടകങ്ങളെ പ്രത്യേകമായി പഞ്ചാബ് പോലീസ് പിടികൂടിയിരുന്നു എന്നുള്ള വിവരം തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് പിടിയിലായവരുടെ കാര്യം തത്വമയി ന്യൂസ് പറഞ്ഞിരുന്നു. പ്രായപൂർത്തിയാകാത്ത ആളുകളുമുണ്ട് അതിൻ്റെ അകത്ത്. ഏതാണ്ടൊരു ഖാലിസ്ഥാനി മനോഭാവമുള്ള ജിഹാദി പിന്തുണക്കാരാണ് പിടിയിലായത്. അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പഞ്ചാബ് പോലീസ് നമ്മളോട് പറഞ്ഞ വിവരങ്ങളും തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. എന്നാലും ഒരു ചുരുക്കമായി ഓർമ്മിപ്പിക്കാം. ISI ഘടകങ്ങളാണ് അവരെ. പാകിസ്ഥാനിലെ അധോലോക ഗുണ്ടയായിട്ടുള്ള ഷെഹസാദ് ഭട്ടി ആണ് അവരെ നിയന്ത്രിച്ചിരുന്നത്. അയാളിലൂടെ അവർ പദ്ധതിയിട്ടിരുന്നത് ജന്തർ മന്ദർ പ്രതിഷേധത്തിനിടയിൽ നുഴഞ്ഞു കയറി കുഴപ്പങ്ങളുണ്ടാക്കുവാനുള്ള ഒരു പദ്ധതിയായിരുന്നു. ഹമീം മണ്ഡൽ പശ്ചിമ ബംഗാളിൽ പിടിയിലായ ജിഹാദിയും ഇതുതന്നെയായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. പോലീസ് വേഷത്തിൽ നുഴഞ്ഞു കയറി വലിയ കുഴപ്പങ്ങളുണ്ടാക്കാൻ. ഈ ISI ഘടകങ്ങൾ പദ്ധതിയിട്ടിരുന്നത് അവിടെ എത്തുകയും സുരക്ഷാ വലയങ്ങൾ അധികം ശക്തമല്ലാത്ത ഇടങ്ങളിൽ പെട്രോൾ ബോംബ് ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തി വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് കൂട്ടക്കൊല നടത്തുവാനുമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഈ വാർത്ത പ്രേക്ഷകരോട് അവതരിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അവിടെ ഒരു പെട്രോൾ ബോംബെങ്കിലും എറിഞ്ഞു കഴിഞ്ഞാൽ വലിയ തിക്കും തിരക്കുമാണ്. വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ പരിഭ്രാന്തരായ ജനക്കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ആ തിക്കും തിരക്കിൽ പെട്ട് മാത്രം വലിയ സംഖ്യയിൽ മരണങ്ങൾ ഉണ്ടായേനെ. പോലീസിൻ്റെ പേരിൽ പഴി വന്നേനെ. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയായി ഇത് കണക്കാക്കിയേനെ. ആഗോളതലത്തിൽ തന്നെ ഇത് വലിയ വിഷയമായി ഉയർത്തപ്പെട്ടേനെ. അതായിരുന്നു പദ്ധതി എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു. പഞ്ചാബ് പോലീസ് വളരെ കാര്യക്ഷമമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് പഞ്ചാബ് പോലീസ് ചീഫ് ഗുർപ്രീത് സിംഗ് ഭുള്ളറാണ്. ഗുർപ്രീത് സിംഗ് ഭുള്ളർ വളരെ കാര്യക്ഷമമായി തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കെ പെട്ടെന്നാണ് ഒരു ഇടിവെട്ടിയതുപോലെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാർ ഗുർപ്രീത് സിംഗ് ഭുള്ളറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത്. അന്വേഷണത്തിൻ്റെ ചുമതലയിൽ നിന്നും അദ്ദേഹം മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ മാറ്റം ഗുർപ്രീത് സിംഗ് ഭുള്ളറിനെ ആ അന്വേഷണ സംഘത്തിൻ്റെ തലപ്പത്ത് നിന്ന് നീക്കം ചെയ്തതും അദ്ദേഹത്തിൻ്റെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. പക്ഷേ അതിലേറെ വലിയ സംശയങ്ങൾക്കും ഈ ഒരു നീക്കം, ആം ആദ്മി സർക്കാരിൻ്റെ ഈ ഒരു നീക്കം വഴിവെച്ചിരിക്കുകയാണ്. സംശയങ്ങൾ വളരെ നിസ്സാരമാണ്. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് പാറ്റകൾ ഏതാണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഒരു പുതിയ രൂപം തന്നെയാണ്. ആം ആദ്മി പാർട്ടിയിലെ പഴയ ഭാരവാഹികൾ പലരും പാറ്റകളിൽ ചേർന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ട അവരുടെ ഭാരവാഹികളുടെ പട്ടിക അനുസരിച്ച് നോക്കുമ്പോൾ മുൻപ് ആപ്പിൽ സജീവമായിരുന്ന ആം ആദ്മി പാർട്ടിയിൽ സജീവമായിരുന്ന പലരും ഇപ്പോഴത്തെ അവരുടെ പുതിയ ഭാരവാഹികളുടെ പട്ടികയിലുണ്ട്. തന്നെയുമല്ല, അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ളവർ കൃത്യമായിട്ട് തന്നെ ഈ പാറ്റകളുടെ നേതൃനിരയ്ക്ക് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. കൃത്യമായ സമയത്ത് യോഗേന്ദ്ര യാദവിനെ പോലുള്ളവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു സംഘം രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ളവർ, പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ച് പരിചയമുള്ളവർ, ആന്തോളൻ ജീവികൾ, ഇവരെല്ലാവരും പാറ്റകളുടെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനുമപ്പുറത്തേക്ക് ഭീകരവാദ ബന്ധങ്ങളും അതിർത്തിക്കപ്പുറത്തുള്ള ചാരസംഘടനയായ ISIയുടെ, പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ നിയന്ത്രണവും ഈ പ്രക്ഷോഭങ്ങൾക്ക് മേലുണ്ടോ, അവരിതിന് പിന്നിലുണ്ടോ എന്നുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ISI ഘടകങ്ങൾ, 2 ISI ഘടകങ്ങൾ പഞ്ചാബിൽ പിടിയിലാവുന്നത്. ഈ പിടിയിലായ ഘടകങ്ങളിൽ നിന്ന് ഒന്ന് തൊട്ടൊന്ന് അന്വേഷണം മുന്നോട്ട് നീങ്ങിയാൽ ഒരുപക്ഷെ എത്തിച്ചേരുന്നത് ISI ഘടകങ്ങളിലെ നിയന്ത്രണത്തിൽ മാത്രമായിരിക്കില്ല. അല്ലെങ്കിൽ ISIയുടെ നേരിട്ടുള്ള നിയന്ത്രണം ജന്തർ മന്ദറിൽ ഉണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകളിൽ മാത്രമായിരിക്കില്ല. അവിടെ നിന്നും അന്വേഷണം ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി നേതാക്കളിലേക്ക് എത്താം, അരവിന്ദ് കെജ്രിവാളിലേക്ക് എത്താം, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനിലേക്ക് എത്തുവാനുള്ള സാധ്യത കുറവാണ്. കാരണം 24 മണിക്കൂറും മദ്യത്തിൽ മുഴുകി നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിനപ്പുറം അദ്ദേഹത്തിനെ കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവോ കാര്യശേഷിയോ ഉണ്ടെന്ന് എതിരാളികൾ വിശ്വസിക്കുന്നില്ല. അതൊരു അദ്ദേഹത്തിന് നേരെ ഉയരുന്ന ഒരു വിമർശനവുമാണ്. പക്ഷേ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും, ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാക്കളായ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും അത്ര നിസ്സാരക്കാരല്ല. അവർക്ക് ഈ തന്ത്രങ്ങളും രാഷ്ട്രീയ കളികളും അറിയാവുന്ന ആളുകളാണ്. അവർ പലതവണ നിരൂപിച്ചിട്ടുള്ളതാണ് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഖാലിസ്ഥാനികളായിട്ടും ജിഹാദികളുമായിട്ടും കൂട്ടുകൂടുവാനും തരം പോലെ ഹനുമാൻ ചാലീസ വായിക്കുവാനും തങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അത്തരത്തിൽ മെയ്വഴക്കമുള്ള രാഷ്ട്രീയക്കാരാണ് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടം മാത്രമാണ് തങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം.
രാജ്യത്തിൻ്റെ ഭദ്രത, രാജ്യത്തിൻ്റെ അഖണ്ഡത ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് പലതവണ പ്രവർത്തികളിലൂടെ തെളിയിച്ചിട്ടുള്ളവരാണ് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും. അത്തരത്തിലുള്ള നേതാക്കളെ ഏതെങ്കിലും തരത്തിൽ ISI ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നീണ്ടാൽ ഒരുപക്ഷെ വലിയ കുഴപ്പങ്ങളുണ്ടായേക്കാം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് എന്നാണ് വിമർശകർ പറയുന്നത്. അത്തരത്തിൽ സ്ഥാപിത താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഗുർപ്രീത് സിംഗ് ഭുല്ലറെ ഈ അന്വേഷണത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ യഥാസ്ഥാനത്ത് നിന്നും ഇപ്പോഴത്തെ സ്ഥാനത്ത് നിന്നും പഞ്ചാബ് പോലീസ് ചീഫ് എന്നുള്ള സ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുന്നത് എന്നാണ് BJP ആരോപിക്കുന്നത്. BJP ആരോപിക്കുന്നതിൽ കുറച്ച് വസ്തുതയുണ്ട് എന്നാണ് നിഷ്പക്ഷരായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. കാരണം പെട്ടെന്ന് ഇതിൻ്റെ ഒരു സമയം വളരെ നിർണായകമാണ്. ഈ സ്ഥലം മാറ്റത്തിൻ്റെയും ഈ അന്വേഷണത്തിൽ നിന്ന് മാറ്റുന്നതിൻ്റെയും ഒരു സമയം വളരെ നിർണായകമാണ്. ഇന്നലെ ഈ വിവരങ്ങൾ പുറത്തു വരുന്നു. അദ്ദേഹം ഈ ISI ഘടകങ്ങളെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടി എന്നുള്ളത് മാത്രമല്ല, അവരെ കാര്യക്ഷമമായി ഉടനടി തന്നെ ചോദ്യം ചെയ്ത് ഇത്രയും വിവരങ്ങൾ അവരിൽ നിന്ന് നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതും വലിയ പ്രശ്നമായിട്ട് തന്നെ ചിലർക്ക് തോന്നിയിട്ടുണ്ടാകണം. ചിലരെയെങ്കിലും ഭാരതത്തിനുള്ളിൽ അത് അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ ഒരു സ്ഥലം മാറ്റം, ഈ ഒരു സ്ഥാനചലനം. ഈ സ്ഥാനചലനം നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്നത്, നമ്മുടെ മുന്നിലേക്ക് ഒരു വിചിത്രമായ വികൃതമായ ചിത്രമായി മുന്നോട്ട് വയ്ക്കുന്നത് വലിയ ചതിക്കളികളുടെ ഒരു പിന്നാമ്പുറങ്ങളും സംശയങ്ങളുമാണ്. സംശയങ്ങളെന്നേ പറയുവാൻ സാധിക്കുള്ളൂ. വലിയ ചതിക്കഥകളുടെ അല്ലെങ്കിൽ കളികളുടെ ഒരു നേർക്കാഴ്ച എന്ന് പറയുവാൻ സാധിക്കില്ല. കാരണം അതിന് തെളിവുകൾ വേണം. ഇപ്പോൾ മനീഷ് സിസോദിയും അരവിന്ദ് കെജ്രിവാളും നേരിട്ട് ISIയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി സൗരവ് ദാസിനും അഭിജിത് ദിപ്കയ്ക്കും കൊടുത്തു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. തെളിവുകളില്ലാതെ അത് പറഞ്ഞാൽ അത് മാനഹാനി വരുത്തുവാനായി ചെയ്യുന്ന അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളായി മാറും. പക്ഷേ അത്തരത്തിൽ സംശയിച്ചുകൂടെ? തീർച്ചയായിട്ടും സംശയിക്കാം. അത്തരത്തിലുള്ള പ്രവൃത്തികൾ അവർ മുൻപ് ചെയ്തിട്ടുണ്ടോ? നേരിട്ട് ISIയിൽ നിന്ന് പണം വാങ്ങിയ യാതൊരു പ്രവൃത്തിയും അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും യോഗേന്ദ്ര യാദവും മറ്റ് ആന്തോളൻ ജീവികളും എന്തിന് പാറ്റകൾ പോലും ചെയ്തതായി യാതൊരു തെളിവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ളവർ തങ്ങൾ ഖാലിസ്ഥാനികളെ പോലെയുള്ള ഭീകരവാദികളുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറാണ് എന്ന് സ്വന്തം പ്രവർത്തികളിലൂടെ കഴിഞ്ഞ പഞ്ചാബ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഖാലിസ്ഥാനികളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുകയും അവരോട് സഹകരിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തത് നാം കണ്ടിട്ടുള്ളതാണ്. ഖാലിസ്ഥാനികൾ ജിഹാദികളെ പോലെ തന്നെ ഭാരതത്തിന് ദോഷകരമായൊരു ശക്തിയാണ്, അതിനൊരു സംശയവുമില്ല. അവരുമായി സഹകരിക്കുന്നു. പ്രത്യക്ഷത്തിൽ ഖാലിസ്ഥാനികളല്ല എന്ന് അവർ ഒരിക്കലും പറയില്ല. പക്ഷേ അവരുടെ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് നേരിട്ട് അല്ലെങ്കിൽ അവരുടെ സംഘടനകൾക്കോ അവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒന്നും, ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ചെറിയ ചെറിയ സംഘടനകളുമുണ്ട് പഞ്ചാബിൽ അങ്ങോളം ഇങ്ങോളം. അവയ്ക്കൊന്നും നേരിട്ട് ഖാലിസ്ഥാനികളുമായി എന്തെങ്കിലും ബന്ധം കാണില്ല. പക്ഷേ അവരുടെ എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ആശയപ്രചരണങ്ങളും മറ്റും ഖാലിസ്ഥാനികൾക്ക് അനുകൂലമായിട്ടുള്ള ആശയപ്രചരണങ്ങൾ തന്നെയായിരിക്കും. അത്തരത്തിലുള്ള ആളുകളുമായിട്ടാണ് സഹകരിച്ച് മുന്നോട്ട് പോകുവാൻ തങ്ങൾക്ക് യാതൊരു മടിയുമില്ലെന്ന് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും തെളിയിച്ചിട്ടുള്ളത്. ഈ ഖാലിസ്ഥാനികളാകട്ടെ നേരിട്ട് പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭീകരവാദ സംഘടന തന്നെയാണ്, ഒരു സംശയവും വേണ്ടതിന്. അതുപോലെ തന്നെ ജിഹാദികളും. അങ്ങനെയുള്ള ISIയുടെ നിയന്ത്രണത്തിലുള്ള 2 ഘടകങ്ങളെ പഞ്ചാബിൽ നിന്ന് പോലീസ് പിടികൂടുമ്പോൾ, അതും ആം ആദ്മി പാർട്ടി സർക്കാർ പഞ്ചാബിൽ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ ഗുർപ്രീത് സിംഗ് ഭുല്ലറെ പോലെ സത്യസന്ധനായൊരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ളൊരു ഭീകരവാദ ഘടകങ്ങളെ പിടികൂടുമ്പോൾ അതിനെ അഭിനന്ദിക്കുക എന്നുള്ളത് ആം ആദ്മി സർക്കാരിനെ സംബന്ധിച്ച് സാധ്യമല്ല. പക്ഷേ ആ അന്വേഷണത്തിന് തുരങ്കം വയ്ക്കുക എന്നുള്ളത് വളരെ സംശയാസ്പദമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ആകത്തുകയാണ് നോട്ടപ്രദക്ഷിണം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ നിമിഷം ഗുർപ്രീത് സിംഗ് ഭുല്ലറുടെ സ്ഥലം മാറ്റം, സ്ഥാനചലനം, ഇതെല്ലാം ഉയർത്തുന്നത് അഭ്യൂഹങ്ങൾ മാത്രമാണ്. കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളിലൂടെ മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ള വലിയ ചതിക്കളികൾ തെളിവുകൾ സഹിതം പുറത്തു വരികയുള്ളൂ എന്നുള്ള കാര്യവും നിശ്ചയമാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. കാരണം ISI ജന്തർ മന്തർ ബന്ധം അവർ വളരെ ഗൗരവമായി തന്നെ അന്വേഷിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ കുടുങ്ങാനുള്ളവർ കുടുങ്ങുക തന്നെ ചെയ്യും. പക്ഷേ അപ്പോഴും രാഷ്ട്രീയ നേതാക്കൾക്ക് പലപ്പോഴും ഒരു വിട്ടുവീഴ്ച നൽകപ്പെടാറുണ്ട്. വിട്ടുവീഴ്ച നൽകപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു
സൗജന്യം നൽകപ്പെടുന്നു എന്ന് നമുക്ക് പറയാവുന്നത് അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നല്ല. ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു പ്രവർത്തന രീതി തന്നെ അങ്ങനെയാണ്. കാരണം നേരിട്ട് ISIയുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും കാണില്ല. അതിൻ്റെ ഇടയിൽ ഒരു ഏജൻറ്റ് കാണും, ആ ഏജൻറ്റിൻ്റെ അപ്പുറം ഒരു ഏജൻറ്റ് കാണും. അങ്ങനെയുള്ള ഒരു തരത്തിലും ഇവരിലേക്ക് എത്തുവാൻ സാധിക്കാത്തത്ര തന്ത്രപരമായിട്ടായിരിക്കും ഇവരുടെ ഈ കൊടുക്കൽ വാങ്ങലുകളെല്ലാം നടക്കുന്നത്. കാലാകാലങ്ങളായി അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളും സിസോദിയും അങ്ങനെയാണോ അറിയില്ല. അഭ്യൂഹങ്ങളാണിപ്പോൾ, ആരോപണങ്ങളാണിപ്പോൾ. ആ ആരോപണങ്ങളുടെ പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതാണ് ഇനി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ട കാര്യം. ഒരുപക്ഷെ നിയമപരമായിട്ട് ഇവരെ ആരെയും ശിക്ഷിക്കുവാനുള്ള തെളിവുകളൊന്നും കൃത്യമായിട്ട് സോളിഡ് എവിഡൻസ് എന്ന് പറയുന്ന രീതിയിൽ ഇവരുടെ കൂടിക്കാഴ്ചയുടെ രാത്രിയുടെ മറവിൽ ISI ചീഫുമായിട്ട് അരവിന്ദ് കെജ്രിവാൾ കൂടിക്കാഴ്ച നടത്തുന്നു. മനീഷ് സിസോദിയ അവിടെ പതുങ്ങി നിന്ന് ചുറ്റുപാടും നിരീക്ഷിക്കുന്നു. ഇതിൻ്റെ ഒന്നും 4K വീഡിയോ പോയിട്ടൊരു 360p വീഡിയോ പോലും ലഭിക്കുവാൻ പോകുന്നില്ല. അതൊക്കെ സിനിമയിലേ നടക്കുകയുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യ തെളിവുകൾ പൊതുജനത്തിൻ്റെ മുൻപിൽ വന്നാൽ അതും ഒരു തരത്തിൽ ഇവർക്ക് ശിക്ഷ തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ. വീണ്ടും പറയുന്നു, ഇപ്പോഴുള്ളത് അഭ്യൂഹങ്ങളും ആരോപണങ്ങളും മാത്രമാണ്. തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് ഇതിനെ സാധൂകരിക്കപ്പെട്ട വസ്തുതകളായി മാറ്റുവാൻ. പക്ഷേ അതിനു മുൻപ് അവരുടെ മുൻകാല പ്രവർത്തികൾ പരിശോധിക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയുവാനും സാധിക്കില്ല. എന്തായാലും വസ്തുതാപരമായി യാഥാർത്ഥ്യബോധത്തോടുകൂടി നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഭാരതത്തിനെതിരെ, BJP സർക്കാരിനെതിരെ എന്നുള്ള പേരിൽ നമ്മുടെ രാഷ്ട്രത്തിനെതിരെ വലിയ ചതിക്കളികൾ നടക്കുന്നുണ്ട്. ഇതിലും വലിയ ചതിക്കളികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സ്ഥിതിഗതികൾ കൂടുതൽ സംഘർഷഭരിതമാകുവാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കില്ല. സംഘർഷം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തെരുവുകളിലെ പ്രക്ഷോഭങ്ങൾ മാത്രമല്ല, ഭാരതത്തിൽ തൊട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതകൾ. ഇന്ന് തന്നെ ആലോചിച്ച് നോക്കൂ. തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു വാർത്തയായി അവതരിപ്പിച്ചിരുന്നു. കോലാലംപൂരിൽ നിന്നുള്ളൊരു വിമാനം തകർക്കുവാൻ ശ്രമിച്ച ഒരു ഒറ്റപ്പെട്ട ജിഹാദി. ആ ഒറ്റപ്പെട്ട ജിഹാദി ഒരുപക്ഷെ ഒരു ജിഹാദി സംഘടനയിലെയും ഔദ്യോഗികമായ അംഗമായിരിക്കില്ല, അല്ലെങ്കിൽ പരിശീലനം നേടിയവനായിരിക്കില്ല. ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനുള്ള നിർദ്ദേശങ്ങൾ ഒരു ടൂൾ കിറ്റ് വഴി ആധുനിക കാലത്ത് ഈ ജെൻസി എന്ന് സ്വയം മുഖം മൂടി അണിഞ്ഞ് നടക്കുന്ന കലാപകാരികൾ വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രവർത്തന രീതികൾ RPയെ പോലുള്ളവർ വളരെ വിശദമായി തന്നെ അവരുടെ ഈ ഒരു ഹൈബ്രിഡ് ജിഹാദികളുടെയും ഒറ്റപ്പെട്ട ജിഹാദികളുടെ ലോൺ വോൾഫുകളുടെയും ഒക്കെ ഒരു പ്രവർത്തന രീതികൾ, അവർ അവലംബിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയുള്ള പ്രവർത്തന രീതികൾ RPയെ പോലുള്ളവർ വളരെ വിശദമായി തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അത് വീണ്ടും ആവർത്തിച്ച് ഞാൻ നിങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ വിരസമായ ഒരു കേൾവിയിലും കാഴ്ചയിലേക്കും കൊണ്ടുപോകുന്നില്ല. പക്ഷേ ജാഗ്രത പുലർത്തണം. അതിൽ അലസതയും വിരസതയും തോന്നിയിട്ട് കാര്യമില്ല. കാരണം പ്രശ്നം ഇപ്പോൾ, ചോദ്യം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചുള്ളതാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ളതാണ്, എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ ഭാവി തലമുറയുടെയും ജീവിതങ്ങളെ സംബന്ധിച്ചുള്ളതാണ്, നമ്മുടെ പൈതൃകത്തെ സംബന്ധിച്ചുള്ളതാണ്, നമ്മുടെ ആത്മാഭിമാനത്തെ സംബന്ധിച്ചുള്ളതാണ്. നമ്മുടെയും നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും ആത്മാഭിമാനം എന്നുള്ളത് ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല. അങ്ങനെ വേറിട്ട് നിൽക്കുന്നത് ഒരേ ഒരു അവസരത്തിൽ മാത്രം. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു ചോദ്യം നിങ്ങളുടെ നേരെ ഉയരുകയാണ്, നിൻ്റെ ആത്മാഭിമാനമാണോ രാഷ്ട്രത്തിൻ്റെ ആത്മാഭിമാനമാണോ വലുത് എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഒരു ഭാരതീയൻ്റെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. രാഷ്ട്രത്തിൻ്റെ ആത്മാഭിമാനം, അതാണ് സർവപ്രഥമമായി നമ്മുടെ മുൻപിലുണ്ടാകേണ്ടത്, നമ്മുടെ കണക്കിലുണ്ടാകേണ്ടത്, നമ്മുടെ പ്രവർത്തികളിൽ, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തികളായി തന്നെ നമ്മുടെ പ്രവർത്തികളിൽ പ്രതിഫലിക്കേണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളനുസരിച്ച്, വിവരങ്ങൾ ലഭ്യമായ ഉടനെ, കാരണം ഈ ഗുർപ്രീത് സിംഗ് ബില്ലറിൻ്റെ സ്ഥാനചലനം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇത്രയും പെട്ടെന്ന് ഒരു സ്ഥാനചലനം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അത്രയും പെട്ടെന്ന് ഈ ഒരു സ്ഥാനചലനം നടത്തിയാൽ തന്നെ ആ സർക്കാരിൻ്റെ പേരിൽ സംശയത്തിൻ്റെ ദൃഷ്ടികൾ പതിയും. അങ്ങനെ പതിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തിടുക്കപ്പെട്ട് ഈ ഒരു സ്ഥാനചലനം നടത്തുന്നത് ഒരു സംശയത്തിനും കൂടി വഴിവെക്കുന്നു. കാരണം എന്തോ വലിയ ചതിക്കളികളിൽ ഈ സർക്കാരോ സർക്കാരിൻ്റെ ഉന്നതന്മാരിൽ ആരോ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സംശയത്തിന്. ആ സംശയങ്ങൾക്കെല്ലാം വരും ദിവസങ്ങളിൽ ഉത്തരങ്ങൾ കൃത്യമായി ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. കാരണം രാജ്യസുരക്ഷയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണ്. എന്തായാലും ആ ഉത്തരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് തത്വമയി ന്യൂസ് അത് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. ഒപ്പം
ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള മറ്റ് വിശകലനങ്ങളും RPF പോലുള്ളവരുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം അതും ഒരു ജാഗ്രതയുടെ ഭാഗമാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.